ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള വാക്കുകളായിട്ടുള്ള സ്പീക്ക്, ടോക്ക്, ടെൽ ആൻഡ് സേ, ഈ 4 വാക്കുകളുടെ ഡിഫറൻസും അതിൻ്റെ യൂസേജുമാണ്. ഇത് ഞാനിപ്പം പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പല സ്റ്റുഡൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ ഈ വാക്കുകളുടെ ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഈ വാക്കുകൾ സിനണിംസ് ആണ്, പക്ഷേ എന്നാലും ഇത് ഓരോന്നും ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ആക്കുക, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ വാക്ക് ടെൽ എടുക്കാം. സോ അത് പറയുന്നതിന് മുമ്പ് ഈ സ്പീക്കും ടോക്കും എന്താണ്, അത് ടോട്ടലി ഫോർമൽ ആയിട്ടുള്ള വാക്കുകളാണ്. ടെല്ലും സേയും അതുപോലെ കുറച്ച് ഇൻഫോർമൽ ആയിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ ടെൽ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്, ഒരു സെൻറ്റൻസിൽ ഒരു ഒബ്ജക്റ്റിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ടെൽ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ടെൽ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം ഒരു ഒബ്ജക്റ്റ് മെൻഷൻ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഹി ടോൾഡ് മീ ദാറ്റ് ഹി ലൈക്സ് ജ്യൂസ്. ഈ ഒരു സെൻറ്റൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഹി ടോൾഡ് മീ ദാറ്റ് ഹി ലൈക്സ് ജ്യൂസ് എന്നാണ് പറയുന്നത്. സോ ഹി ടോൾഡ് മീ എന്ന് പറഞ്ഞാൽ മീ എന്ന ഒബ്ജക്റ്റ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഹി ടോൾഡ് ദാറ്റ് ഹി ലൈക്സ് ജ്യൂസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ കൃത്യമായിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് സ്പെസിഫൈ ചെയ്യണം. സോ ടെൽ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മളവിടെ ഒരു ഒബ്ജക്റ്റ് സ്പെസിഫൈ ചെയ്തിരിക്കണം. പിന്നെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു കോട്ടിംഗ് മെൻഷൻ ചെയ്യുമ്പോഴാണ് ഈ ടെൽ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ആരെങ്കിലും പറഞ്ഞ ഒരു വാക്ക് നമ്മൾ വീണ്ടും എടുത്തു പറയുകയാണ്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് തന്നെ നമുക്ക് ഒന്നുകൂടി എടുക്കാം. ഹി ടോൾഡ് മീ ദാറ്റ് ഹി ലൈക്സ് ജ്യൂസ് എന്ന് പറഞ്ഞു. അപ്പം അവൻ എന്നോട് പറഞ്ഞു അവന് ജ്യൂസ് ഇഷ്ടമാണ്. അവൻ പറഞ്ഞ ഒരു കാര്യം നമ്മൾ വീണ്ടും പറയുകയാണ്. അതാണ് കോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. സോ അങ്ങനെ കോട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ടെൽ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ വാക്ക് സേ. ഈ സേ എന്ന വാക്ക് ഉപയോഗിക്കുമ്പം നമ്മൾ നേരത്തെ ടെല്ലിന് ഞാൻ പറഞ്ഞു നമ്മൾക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. സേ എന്ന വാക്ക് ഉപയോഗിക്കുമ്പം നമുക്ക് ഒരു ഒബ്ജക്റ്റ് അവിടെ വേണമെന്ന് നിർബന്ധമില്ല. ഒബ്ജക്റ്റ് വെച്ചും ഉപയോഗിക്കാം കേട്ടോ, പക്ഷേ ഒബ്ജക്റ്റ് വേണമെന്ന് നിർബന്ധമില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം സെൻറ്റൻസ് തന്നെ ഒന്ന് മാറ്റി നോക്കാം. ഓക്കെ, ഹി സെഡ് ഹി ലൈക്സ് ജ്യൂസ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? ഹി ടോൾഡ് മീ ഹി ലൈക്സ് ജ്യൂസ്, അല്ലെങ്കിൽ ഹി ടോൾഡ് മീ ദാറ്റ് ഹി ലൈക്സ് ജ്യൂസ് എന്ന് പറഞ്ഞു. അതേ സെൻറ്റൻസ് ഇവിടെ സേ ഉപയോഗിച്ച് പറയുമ്പോൾ ഹി സെഡ് ഹി ലൈക്സ് ജ്യൂസ് എന്ന് പറഞ്ഞു. അവിടെ നേരത്തെ നമ്മൾ ഉപയോഗിച്ചപ്പോൾ എന്താണ്? ടെല്ലിൻ്റെ കേസിൽ നമ്മളവിടെ മീ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടില്ല. സോ ഒബ്ജക്റ്റ് ഇവിടെ നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിവിടെ ടു എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് കൂടി ഉപയോഗിച്ച് വേണം ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഹി സെഡ് ടു മീ ദാറ്റ് ഹി ലൈക്സ് ജ്യൂസ്. സോ ഇവിടെ ടു എന്ന് പറയുന്ന ഒരു കണക്റ്റീവും കൂടി ചേർത്തിട്ടാണ് നമ്മളിവിടെ മീ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ചത്. സോ നോർമൽ കേസിൽ നമുക്ക് ഈ ടു എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ചെയ്യണം നിർബന്ധമില്ല. സേ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നോർമൽ കേസിൽ നമ്മൾ ഒബ്ജക്റ്റ് മെൻഷൻ ചെയ്യണമെന്നില്ല. ഒബ്ജക്റ്റ് മെൻഷൻ ചെയ്യണമെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ടു എന്ന് പറയുന്ന കണക്റ്റീവ് ഉപയോഗിക്കണമെന്ന്. ഇനി ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ കേസിലേക്ക് പോവുകയാണെങ്കിൽ, സേയുടെയും ടെല്ലിൻ്റെയും ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. വാട്ട് ഡിഡ് ഹി സേ? അവൻ എന്താണ് പറഞ്ഞത്? ഓക്കെ, ഇവിടെ വാട്ട് ഡിഡ് ഹി സേ എന്ന് പറഞ്ഞു. നമ്മൾ സേ കഴിഞ്ഞ് ഒബ്ജക്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മൾ ടെല്ലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വാട്ട് ഡിഡ് ഹി ടെൽ ഹിം, അല്ലെങ്കിൽ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അവിടെ മെൻഷൻ ചെയ്യണം. പക്ഷേ സേയുടെ കേസിലോ വാട്ട് ഡിഡ് ഹി സേ ഹിം നമ്മൾ ഒരിക്കലും പറയില്ല. അവിടെ നമ്മൾ ഒബ്ജക്റ്റ് മെൻഷൻ ചെയ്യണമെങ്കിൽ വാട്ട് ഡിഡ് ഹി സേ ടു ഹിം എന്നായിരിക്കും പറയേണ്ടത്. സോ ഇതാണ് കൃത്യമായിട്ടൊരു ക്വസ്റ്റ്യൻ്റെ ഫോമിൽ ഈ 2 വാക്കുകൾ ഉപയോഗിക്കുമ്പോഴുള്ള രീതി. ഇനി വരുന്ന വാക്കുകൾ സ്പീക്കും ടോക്കുമാണ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, സ്പീക്ക് എന്ന് പറയുന്നതും ടോക്ക് എന്ന് പറയുന്നതും കുറച്ച് ഫോമൽ വാക്കുകളാണ്. അതിനകത്ത് സ്പീക്ക് കുറച്ചുകൂടി ഫോമലാണ്, ടോക്ക് എന്ന് പറയുന്നത് കുറച്ച് ലെസ് ഫോമലാണ്. ഓക്കെ, ആദ്യം സ്പീക്കിനെ കുറിച്ച് പറയാം. സ്പീക്ക് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊരു ഒഫീഷ്യൽ പർപ്പസിൽ, അല്ലെങ്കിൽ ഒരു ടോട്ടലി ഒരു ജനറൽ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ സ്പീക്ക് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അത് 2 രീതിയിൽ പറയാം. ഒന്ന്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു ആക്ഷനെ മെൻഷൻ ചെയ്യാൻ, അതായത് സംസാരിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിയെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച്, കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനെ മെൻഷൻ ചെയ്യാനും ഈ സ്പീക്ക് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കും. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഒരു വ്യക്തിയുടെ ഒരു ആക്ഷൻ, അതായത് ഒരു സംസാരിക്കുക എന്ന് പറയുന്ന ഒരു ആക്ഷനെ മെൻഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ശശി തരൂർ സ്പീക്സ് ഗുഡ് ഇംഗ്ലീഷ്. ഓക്കെ, ഇവിടെ ഒരു സെൻറ്റൻസ് ആണ്, ശശി തരൂർ സ്പീക്സ് ഗുഡ് ഇംഗ്ലീഷ് എന്ന് നമ്മൾ പറഞ്ഞു.
സോ ഇവിടെ ശശി തരൂർ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു. സോ അദ്ദേഹം ചെയ്യുന്ന നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിയെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശശി തരൂർ സേസ് ഗുഡ് ഇംഗ്ലീഷ് എന്നോ ശശി തരൂർ ടെൽസ് ഗുഡ് ഇംഗ്ലീഷ് എന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ ശശി തരൂർ ടോക്സ് ഗുഡ് ഇംഗ്ലീഷ് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ ശശി തരൂർ സ്പീക്സ് ഗുഡ് ഇംഗ്ലീഷ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ ഇപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇല്ലേ? ഇതേപോലെ തന്നെ ഇനി ഒരു കോൺസെപ്റ്റ് ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഒഫീഷ്യൽ സിറ്റുവേഷൻ സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് സ്പീക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഹിയർ ഐ സ്പീക്ക് അബൌട്ട് ദി ഇൻഡിപെൻഡൻസ്. സോ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവാണ്, ഒരു കോൺസെപ്റ്റ് ഒരു ടോപ്പിക് ബേസിൽ ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ ഐ സേ അബൌട്ട് ഇൻഡിപെൻഡൻസ് എന്നോ അല്ലെങ്കിൽ ഐ ടെൽ അബൌട്ട് ഇൻഡിപെൻഡൻസ് എന്നോ അല്ല നമ്മൾ പറയേണ്ടത്. ഐ സ്പീക്ക് അബൌട്ട് ഇൻഡിപെൻഡൻസ്. ഹിയർ ഐ സ്പീക്ക് അബൌട്ട് ഇൻഡിപെൻഡൻസ് എന്നാണ് പറയേണ്ടത്. സോ ഇതാണ് സ്പീക്ക് എന്ന വേർഡിൻ്റെ യൂസേജ്. ഇനി ലാസ്റ്റത്തെ വാക്കാണ് ടോക്ക്. ഓക്കെ, ഞാൻ സ്പീക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ടോക്കും ഒരു ഫോമൽ വേർഡാണ്, പക്ഷേ സ്പീക്കിൻ്റെ അത്ര ഫോമൽ അല്ല. ഈ വാക്ക് ഉപയോഗിക്കുന്നത് 2 രീതികളിലാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഒരു ഫോമൽ കോൺവെർസേഷൻ്റെ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റിംഗ് നടക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ചർച്ച നടക്കുകയാണ്. അങ്ങനത്തെ കാര്യങ്ങളെ മെൻഷൻ ചെയ്ത് കോട്ട് ചെയ്ത് നമ്മൾ പറയുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ ടോക്ക് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആദ്യം പറഞ്ഞ ഒരു ഫോമൽ കോൺവെർസേഷൻ്റെ രീതി പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഐ വാണ്ട് ടു ടോക്ക് വിത്ത് യുവർ മദർ. ഓക്കെ, അതൊരു കോൺവെർസേഷനാണ്. ഐ വാണ്ട് ടു ടോക്ക് വിത്ത് യുവർ മദർ. ഞാൻ പറയുകയാണ് എനിക്ക് നിൻ്റെ അമ്മയുമായിട്ട് സംസാരിക്കണം. സോ അവിടെ ഒരിക്കലും നമ്മൾ ഐ വാണ്ട് ടു ടെൽ വിത്ത് യുവർ മദർ എന്നോ അല്ലെങ്കിൽ ഐ വാണ്ട് ടു സേ വിത്ത് യുവർ മദർ എന്നോ നമ്മൾ പറയില്ല. ഐ വാണ്ട് ടു ടോക്ക് വിത്ത് യുവർ മദർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കേസിൽ ഒരു ഡിസ്കഷൻ നടക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ അവിടെ ഒരു ഡിസ്കഷൻ നടക്കുകയാണ്, നമ്മൾ ആ ഡിസ്കഷനെ മെൻഷൻ ചെയ്ത് പറയുകയാണ്. ഓക്കെ, അപ്പം അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദ പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് പറയാം. ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദ പൊളിറ്റിക്കൽ ഡ്രാമ, അതായത് ഒരു പൊളിറ്റിക്കൽ ഡ്രാമയെക്കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിന് നമ്മൾ ഒരിക്കലും ദേ ആർ സേയിങ് അബൌട്ട് ദ പൊളിറ്റിക്കൽ ഡ്രാമ എന്നോ ദേ ആർ ടെല്ലിങ് അബൌട്ട് ദ പൊളിറ്റിക്കൽ ഡ്രാമ എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു മീറ്റിംഗ് ആണ്, ഒരു ഡിസ്കഷനാണ്, ഒരു ഫോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ആ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദ പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇതാണ് ഈ 4 വാക്കുകളുടെ വ്യത്യാസം: സ്പീക്ക്, ടോക്ക്, ടെൽ ആൻഡ് സേ. സോ ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ കീപ് വാച്ചിങ് ജിൻറ്റാസ്. താങ്ക് യു.